എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാണുന്നത് പഴയ DGP ജേക്കബ് തോമസ് RSSൻ്റെ പ്രചാരകൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു. ജേക്കബ് തോമസിനോട് എനിക്ക് ചോദിക്കാൻ അവിടെ നാണമില്ലേ? ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും പഠിച്ച് DGP ആയി കഴിഞ്ഞിട്ടും വിവരമില്ല, ഇച്ചിരി പോലും വിവരമില്ല. പിന്നെ ജീവനെ പേടിച്ചിട്ട് അവരെ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. വേറെ ഒന്നും ഉദ്ദേശമല്ല, ജീവനെ പേടിയാണ്. DGP നിങ്ങൾ പോലീസായിട്ട് എങ്ങനെ ആയെന്ന് കാണിക്കുക സംശയം. പോലീസുകാർക്ക് സാധാരണ ജീവനെ പേടിയല്ല, നിങ്ങളൊരു പേടിച്ചുതൂരിയാണ്. നിങ്ങൾ ഒന്നീ ജീവനെ പേടി, ഇല്ലെങ്കിൽ ജയിലിടും, ഇല്ലെങ്കിൽ അത് മറിച്ച് ED CBI. എനിക്ക് നാണം വരുന്നു ഇത് ഓർത്തിട്ട്. ജേക്കബ് തോമസ് ഞാൻ കേട്ടിരിക്കുന്നത് ജേക്കബ് തോമസ് നല്ലൊരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾ, പിന്നെ സർക്കാരിൻ്റെ എതിരെയൊക്കെ ഉള്ള. ഇപ്പോൾ എനിക്കത് കേട്ട് വായിച്ചിട്ട് ഇതൊരു വീഡിയോനെ അതിനാണ് ഇട്ടത്. കാരണം എനിക്കത് നിങ്ങളെ അറിയത്തില്ല, നിങ്ങളെ നേരിട്ട് ഫോൺ നമ്പർ അറിയത്തില്ല, വിളിച്ച് പറയാൻ നാണമില്ലേ? ഷെയിം ഓൺ യു. എനിക്ക് നാണം വരുന്നു. ജേക്കബ് തോമസിനെ പറഞ്ഞ ആൾ ഞാൻ ഒരു സമയത്ത് ഇയാൾ നല്ല ആളാണെന്ന് വിചാരിച്ചിരുന്നു. അത് ഓർത്തിട്ട് എനിക്ക് നാണം വരുന്നു. നിങ്ങളെ DGPന്ന് തന്നെ പറയാൻ നാണം വരുന്നു, ഒരു പോലീസുകാരൻ പറയാൻ തന്നെ നാണം വരുന്നു, ഒരു IAS തന്നെ, IPS അത്. ഇതുപോലെ നിങ്ങൾ തന്നെയല്ല, ഇതുപോലെ ഈ നാട്ടിൽ ഈ ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട്. IAS IPS വിദ്യാഭ്യാസം ഉള്ളവർ, ഇൻ്റലക്ച്വൽ പീപ്പിൾ, ഒത്തിരി ബുദ്ധിജീവികളുണ്ട്. അവർ ഈ RSSൻ്റെയും BJPയുടെ പുറകെ പോകുന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പാർട്ടിയുടെ പുറകെ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത്ര നാൾ തൊട്ട് ഇത് അറിയാം RSSൻ്റെ എന്താ ഉദ്ദേശം, RSS ആരാന്ന് എന്താന്ന്. നിങ്ങൾ പേരിനകത്തറിയാം ജേക്കബ് തോമസ്, നിങ്ങൾ ജേക്കബ് തോമസ് ആണ്. എന്നിട്ട് നിങ്ങൾ ഇതിനെ എൻ്റെ ദൈവമേ ക്ഷമിക്കണേ, നാണമില്ലല്ലോ. ഒന്ന് ഓർത്ത് ചിന്തിക്കുക, ഒന്ന് അപ്പനെ അമ്മയെ ഓർക്ക്, പിന്നെ ഭാര്യ മക്കളെ ഓർക്ക്, പിന്നെ ഈ ദേശത്തിനെ കുറിച്ച് ഓർത്താലും കുഴപ്പമില്ല. കാരണം അപ്പനെ അമ്മയെ നമ്മൾ ഓർക്കണമല്ലോ. ഈ ദേശത്തിനെ പിന്നെ ഓർത്താൽ മതി. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് പ്രചാരം പോയിട്ട് നിങ്ങൾ എന്ത് പ്രചാരം ചെയ്യാനാ? മഹാത്മാഗാന്ധിയെ കൊന്ന് അവരുടെ കൂടെ കൂടിയിട്ട്, മഹാത്മാഗാന്ധി വലിയ മഹാത്മാഗാന്ധി ഒന്നും ഞാൻ പറയുന്നില്ല, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു ഓർത്തിട്ട് എനിക്കങ്ങ്, ഞാനിത് ഒരു സെൽഫി എടുത്ത് ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ആരായാലും ആയിട്ടെ, ഞാനൊരു ചെറിയൊരു സിറ്റിസനാന്നേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ നമ്പറോ നിങ്ങളായിരുന്നു എന്തെല്ലായിരുന്നു ഒന്ന് വിളിച്ചു പറയാമായിരുന്നു. നാണമില്ലേ? എനിക്ക് വലിയ നാണമില്ലേ? ഷെയിം. എങ്ങനെയാലും ഈ ജേക്കബ് തോമസിൻ്റെ അടുത്ത് എത്തിക്കണേ എൻ്റെ ഈ മെസ്സേജ്. ഓക്കെ, താങ്ക് യു. ഇന്ന് 2 ഒക്ടോബർ മഹാത്മാഗാന്ധി ജയന്തിയുള്ള സമയത്തിനാണ് ഇത് ഇടുക. ഞാൻ കുളിക്കാനും പോയില്ല, കുളിക്കാൻ പോവുക. അപ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ അതുപോലെ എനിക്ക് നാണം വരും. ഷെയിം. DGP ജേക്കബ് തോമസ്, യു ആർ നോട്ട് suitable ഫോർ സെയിങ് ആസ് എ DGP എക്സ്പെർട്ട്. നിങ്ങൾ ഇതിപ്പം കാണിച്ച്, ഞാനിപ്പം ഒരു വീഡിയോ കാണുമായിരുന്നു, നിങ്ങളെ ആരോ ഒരു ചെയ്യുന്ന തൊപ്പിയൊക്കെ ഇട്ട്. കേരളക്കാർക്ക് തന്നെ നാണം വന്ന്, ഇത് മലയാളീസിനൊരു നാണമാണ്. ഷെയിം.